നമസ്കാരം, അൻസാദാണ്. ക്വസ്റ്റ്യൻ ആൻഡ് സെക്ഷൻ്റെ എപ്പിസോഡ് 25ലേക്ക് ഏവർക്കും സ്വാഗതം. ടെസ്റ്റിസിലെ വൃഷ്ണത്തിലുണ്ടാകുന്ന വെരിക്കോസ് മാറുമോ? സാധാരണയായിട്ട് പുരുഷന്മാരിൽ ടെസ്റ്റിസിൻ്റെ ആ ഭാഗത്തേക്ക് വേസ്റ്റ് വന്നടിയുകയും ആ ഭാഗത്ത് തടുപ്പ് പോലെ വരികയും ചെയ്യും. മൂത്രം ഒഴിക്കുന്ന സമയത്ത് അമിതമായിട്ട് വേദന വരിക, യൂറിൻ്റെ ഒപ്പം തന്നെ ബ്ലഡ് പോവുക, ഇങ്ങനെയുള്ള തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട്. എറക്ഷൻ ഡിസ്ഇൻഫെക്ഷൻ ഉണ്ടാവുക, എറക്ടൈൽ ഡാമേജ് ഉണ്ടാവുക, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള യൂറിൻ പുറത്തേക്ക് പോകുമ്പോൾ പെയിൻ ഉള്ളതിനോടൊപ്പം തന്നെ പൂർണ്ണമായും മൂത്രം പോകാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടെല്ലാമാണ് ഈ ടെസ്റ്റിസിന് ഇതേപോലെ തടിപ്പ് വരികയും വെരിക്കോസ് വരികയും ചെയ്യുക? പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ടൈറ്റായിട്ടുള്ള നിക്കറും കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, യാത്ര ചെയ്യുക, അമുങ്ങിയിരിക്കുക, വീഴ്ചകൾ സംഭവിക്കുക, ഗ്രോസിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ക്ഷതങ്ങളേൽക്കുക, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ബ്ലഡ് കട്ടിയായി കിടന്നോ അല്ലെങ്കിൽ വേസ്റ്റ് അടിഞ്ഞിട്ടോ വെരിക്കോസ് ഉണ്ടാകുന്നതാണ്. എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ഈ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് ശരിക്കും എന്ത് ചെയ്യും, അവിടുന്ന് പുറത്തേക്ക് ഫ്ലഷ് ചെയ്ത് യൂറിനിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പെട്ടെന്ന് വേദന കുറക്കാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആ ഭാഗത്ത് തണുത്ത വെള്ളം എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം തുണി നനച്ചിട്ട് കൊടുക്കുക. അമിതമായ ടൈറ്റുള്ള ഇന്നർ വിയർ യൂസ് ചെയ്യാതിരിക്കുക. ട്രൗസർ പോലത്തുള്ള ഇന്നർ വിയർ യൂസ് ചെയ്യുക. ഇപ്പോൾ ചിലർ കളിക്കാൻ പോകുന്നത് AP കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഭയങ്കരമായ ടൈറ്റ് ചെയ്ത് വലിച്ചു വെക്കുന്നതുമ്പോൾ അത് കറക്റ്റ് പൊസിഷൻ അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ടെസ്റ്റിസിന് പെയിൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതേപോലെ ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കാം. അങ്ങനെ ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോവുകയും വേദന കുറയുകയും ചെയ്യുന്നതാണ്. ഡയബറ്റീസ് മൂലമുണ്ടാകുന്ന തരിപ്പ് മാറാൻ തീർച്ചയായും ഡയബറ്റിക് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്, അല്ലേ? പിന്നെ എന്ത് ചെയ്യാം? അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ? ഈ പറഞ്ഞതുപോലെ ശരീരത്തിന് തരിപ്പുകൾ വരിക, കണ്ണിൻ്റെ കാഴ്ച കുറയുക, ശരീരത്തിന് ക്ഷീണിക്കുക, ശരീരത്തിന് വല്ലാത്ത പ്രയാസങ്ങളും തളർച്ച ഉണ്ടാവുക, ശരീരത്തിന് നീർക്കെട്ടുകൾ വരിക, മറ്റു ഓർഗൻസിനെ അഫക്റ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരിക. അങ്ങനെ വരുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ, തരിപ്പാണെങ്കിലും കണ്ണിൻ്റെ കാഴ്ച കുറവാണെങ്കിലും ശരീരത്തിന് നീർക്കെട്ടുകളാണെങ്കിലും ഇതെല്ലാം എന്ത് ചെയ്യാം, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. കൃത്യമായ ഭക്ഷണം, കൃത്യമായ വ്യായാമം, കൃത്യമായ ചിട്ടകൾ, രീതികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് സംബന്ധമായി ഉണ്ടാകുന്ന മറ്റ് തരിപ്പുകൾ ഒക്കെ തന്നെ വേഗം സുഖപ്പെടുന്നതാണ്. വായിൽ പാട് പോലെ വരുന്നു, ഭക്ഷണത്തിന് രുചിയില്ല. തീർച്ചയായും ദഹനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വയറിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ ഫുഡ് പോയ്സൺ വരികയോ ചെയ്തു കഴിഞ്ഞാൽ വായിക്കകത്ത് എന്തെങ്കിലും ചില പാടുകൾ വരികയും ഭക്ഷണത്തിന് അത് രുചി ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം ശരീരത്തിന് ആവശ്യമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പാടുകൾ വരിക. കാരണം ഭക്ഷണത്തിനകത്ത് രുചിക്കുമ്പിളുകൾക്ക് മേളിൽ ഭക്ഷണം എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഭക്ഷണം ശരീരത്തിന് ആവശ്യമില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും, പനി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതെല്ലാം ഫുഡ് പോയ്സൺ വരുന്ന ശ്രദ്ധിച്ചാൽ നാവിൻ്റെ മുകളിലൊരു പാട് പോലെ ശരീരം ക്രിയേറ്റ് ചെയ്യും. ഇത് ശരിക്കും ശരീരം നമ്മളോട് പറഞ്ഞത് എന്താണ്, ഇപ്പോൾ ഭക്ഷണം ആവശ്യമില്ല. ആ വയറിനകത്തുള്ള ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ വേസ്റ്റ് അത് പോയി കഴിയുമ്പോൾ ശരീരം വിശക്കും, ആവശ്യപ്പെടും. കൃത്യമായ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം അത് മാറുകയും വിശപ്പ് വരികയും രുചി വരികയും ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെയുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് വെണ്ണയും ഉപ്പും കൂടെ വായ്ക്കകത്ത് തേച്ച് കൊടുക്കാവുന്നതാണ്. അമിതമായ വിയർപ്പ് മണവും മാറുമോ? തീർച്ചയായും. ലിവറിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ ഏതിനാണെങ്കിലും കറക്റ്റായിട്ട് നടക്കാതിരിക്കുകയും ശരീരത്തിനകത്തുനിന്നുള്ള ഇമ്പ്യൂരിറ്റീസ് പുറത്തു പോകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ശരീരത്തിന് വിയർപ്പിൻ്റെ മണം ഉപയോഗമായിട്ട് വരിക. ചില കെമിക്കൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ, കെമിക്കൽസ് യൂസ് ചെയ്യുന്നവർ, അമിതമായിട്ട് സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഇവർക്കൊക്കെ വിയർപ്പ് മണം കൂടുതലായിരിക്കും. നമ്മൾ സാധാരണയായിട്ട് വരുന്നത്, നിങ്ങളെന്ത് ചെയ്യാം, സോപ്പ് ഉപയോഗം കുറക്കുക, അതേപോലെ പയറുപൊടിയും മറ്റ് നാച്ചുറലായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുക, അതേപോലെ ഒരുപാട് സവോള കഴിക്കുക, അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും കഴിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വെള്ളങ്ങൾ കുടിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കോക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് അമിതമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും വ്യത്യാസം ഉണ്ടാകും. കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും കൃത്യമായ കാര്യങ്ങൾ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വിയർപ്പ് മണം മാറുകയും ഒരുപാട് വിയർക്കുന്നത് മാറുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് വെള്ളപ്പോക്കിൻ്റെ വൈറ്റ് ഡിസ്ചാർജ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായും അതും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ മാറുന്നതാണ്. കൈത്തണ്ടയും തള്ളവിരലും നീര് വന്നു തീർത്തു, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? തീർച്ചയായും ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ പല
95% കേസുകളും മാറിയിട്ടുണ്ട്. കാരണം ആ ഭാഗത്ത് സർക്കുലേഷൻ കുറയുകയും നീർക്കെട്ട് വരികയും ഞരമ്പുകളൊന്നുമില്ലെങ്കിൽ കുരുങ്ങിക്കിടക്കുകയോ ഞരമ്പുകൾ അടുത്ത് പോവുകയോ ഞരമ്പുകൾ എല്ലിൻ്റെ ഇടയിൽ കയറി പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ തീർച്ചയായും നീർക്കെട്ട് ആ ഞരമ്പിനെ മാറിക്കഴിഞ്ഞാൽ അത് ബാക്ക് ടു ബാലൻസ് പോലെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരികയും ആശ്വാസം കിട്ടുകയും ചെയ്യും. അതിന് ആ ഭാഗം ശരിക്കും സർക്കുലേഷൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയാറുണ്ട് പലവണ്ണം വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ എണ്ണ ഇട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ക്രീം ഇട്ടോ എന്ത് ചെയ്യുക, ആ ഭാഗം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, നമ്മൾ കപ്പിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗത്ത് സർക്കുലേഷൻ റീസ്റ്റാർട്ട് ചെയ്യും. ആ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പോകുമ്പോൾ ഞരമ്പിന് ചുരുക്കം മാറി ആൾ തിരിച്ച് പഴയതിനേക്കാൾ ഉഷാറായിട്ട് തിരിച്ചു വരുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ മാറുമോ? വയറിനകത്ത് നിന്ന് പോകാൻ 2-3 ദിവസമാകുമ്പോഴാണ് പോകുന്നത്. എന്താണ് ഒരു പരിഹാരം? ചിലർ വെള്ളം കുടിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ളവർ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ വയറിനകത്ത് ജലാംശം കുറയുകയും ഇതിന് സ്റ്റൂളിന് മൂവ്മെൻറ്റിന് നടക്കാതെ വരികയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അമിതമായിട്ട് ശരീരം ചൂടാവുക, വിയർക്കുക, അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഒരു ഇൻടേക്ക് വെള്ളം ചെന്നില്ല എങ്കിൽ ഓരോരുത്തരുടെ ദാഹം അനുസരിച്ച് വേണം വെള്ളം കുടിക്കാൻ. ഒരാൾ ഇത്ര ലിറ്റർ കുടിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഒരാൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് ദാഹം അനുസരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം, പച്ചവെള്ളം തന്നെ കുടിക്കലാണ് ഏറ്റവും ഉത്തമം. കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഓർഗൻസിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഹീറ്റ് ഉണ്ടായ ശേഷം ഈ കോൺസ്റ്റിപ്പേഷൻ നടക്കുന്നത് മനസ്സിലാക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒപ്പം തന്നെ ആവണക്കെണ്ണ, ഒലിവ് ഓയിലോ പൊക്കിളിലും വയറിനും പുറമേ ഇട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നതും കോൺസ്റ്റിപ്പേഷൻ മാറാൻ സഹായിക്കും. കാരണം അവിടെ സർക്കുലേഷൻ കൂട്ടുകയും അതുവഴി കോൺസ്റ്റിപ്പേഷൻ എളുപ്പമാക്കുകയും ചെയ്യുന്നതാണ്. പൈൽസ് ഫോം ചെയ്യുകയും വിയർത്ത് വരികയും ചെയ്തു. അസഹ്യമായ വേദനകൾ കാരണം ഒന്നും ചെയ്യാൻ വയ്യ. കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്ത പ്രയാസമാണ്. കിടക്കുമ്പോഴാണ് ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ചിലർക്ക് പൈൽസ് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരേപോലെ അല്ല അല്ലേ? പൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേസ്റ്റ് ഒന്ന് കെട്ടിക്കിടന്നിട്ട് ഈത്തപ്പഴക്കുരു പോലെ എന്ത് ചെയ്യും, മലദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബ്ലോക്കേജ് ഉണ്ടാകും. ചിലർക്കത് ചെറുതായിരിക്കും, ചിലർക്ക് വലുതായിരിക്കും, ചിലർക്ക് മുന്തിരിക്കൊല പോലെ ആയിരിക്കും, ചിലർക്ക് ഭയങ്കര വലുതായിരിക്കും. എന്ത് തന്നെ ആയാലും അങ്ങനെ വന്ന് ചിലർക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മലം പുറത്തേക്ക് പോകില്ല. അപ്പോൾ എന്ത് ചെയ്യും, മുക്കും ഇതാക്കുമ്പോൾ ഭയങ്കരമായ വേദനയും കാര്യങ്ങളും വരും. അതുപോലെ അമിതമായിട്ട് മസാല ഉപയോഗിക്കുന്നവർ, ഒരുപാട് സ്പൈസ് ഉപയോഗിക്കുന്നവർക്ക് ആ ഭാഗത്ത് ഭയങ്കര പുകച്ചിലുണ്ടാകും. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പുറത്തേക്ക് പോവുകയും അവിടെ സുഗമമായിട്ട് സർക്കുലേഷൻ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ശരീരത്തിന് ആ ഭാഗത്ത് പെട്ടെന്ന് പുകച്ചിലൊന്നും എന്ത് ചെയ്യും, ഞാൻ പറയും വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം, ഒലീവ് ഓയിൽ പുരട്ടി കൊടുക്കാം, ഇച്ചിരി അല്പം വെളിച്ചെണ്ണ, ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഒലീവ് ഓയിലോ കുടിക്കാം. കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന ആ വേസ്റ്റ് പുറത്ത് പോവുകയും എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് അടിഞ്ഞെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി മാറുകയും ചെയ്യും. വളരെ കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, ചില 2, 3, 4 ട്രീറ്റ്മെൻറ്റ് മതിയാവും. ഒരുപാട് പഴക്കമുള്ളതാണെങ്കിൽ കുറച്ച് കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും മാറുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ചോദ്യത്തെ സെഷൻ. വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്. അക്യുപിആർ മുഹമ്മദ് അൻസാദ്, മിറാക്കിൾ അക്യുപഞ്ചർ, ആലപ്പുഴ.